ഇസ്രയേലിന്റെ നിലവിലെ സുരക്ഷാ നയതന്ത്ര തന്ത്രങ്ങളെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് മുൻ പ്രധാനമന്ത്രി നഫ്താലി ബെനറ്റ് രംഗത്തെത്തിയത് ഇസ്രയേൽ രാഷ്ട്രീയത്തിൽ വലിയ തരംഗം സൃഷ്ടിച്ചിരിക്കുകയാണ്. ടെൽ നടന്ന സുരക്ഷാ സമ്മേളനത്തിൽ സംസാരിക്കവേ രാജ്യം ചരിത്രത്തിൽ ഒരിക്കലും നേരിട്ടില്ലാത്ത വിധം അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണെന്ന് ബെനറ്റ് തുറന്നടിച്ചു. ഇസ്രയേലിന് തങ്ങളുടെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായ അമേരിക്കയെയും അന്താരാഷ്ട്ര സമൂഹത്തെയും പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്ന കടുത്ത യാഥാർത്ഥ്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള നിലവിലുള്ള ഗവൺമെന്റ് രാജ്യത്തിന്റെ വിദേശ നയത്തെയും ആഗോള പ്രതിച്ഛായയെയും പൂർണ്ണമായും തകർത്തു കളഞ്ഞുവെന്ന് ബെനറ്റ് ആരോപിച്ചു. ദശാബ്ദങ്ങളായി ഇസ്രയേലിന് അന്താരാഷ്ട്ര തലത്തിൽ ലഭിച്ചിരുന്ന നയതന്ത്ര പിന്തുണയും സ്വാധീനവും ഇല്ലാതായിരിക്കുകയാണ്. 2023 ഒക്ടോബർ 7 ഹമാസ് നടത്തിയ അപ്രതീക്ഷിത ആക്രമണം കേവലം ഒരു രഹസ്യാന്വേഷണ വീഴ്ച മാത്രമല്ലെന്ന് ബെനറ്റ് വ്യക്തമാക്കി. ദീർഘകാലമായി ഇസ്രയേൽ പിന്തുടർന്നു പോന്ന സൈനിക സുരക്ഷാ സിദ്ധാന്തങ്ങളുടെ സമ്പൂർണ്ണ പരാജയമായാണ് ഈ സംഭവം വെളിച്ചത്ത് കൊണ്ടുവന്നത്. ശത്രുക്കൾ അതിർത്തികളിൽ ആയുധശേഖരവും അടിസ്ഥാന സൗകര്യങ്ങളും കെട്ടിപ്പടുക്കുന്നത് തടയാൻ കഴിഞ്ഞില്ല എന്നത് കഴിഞ്ഞ കുറച്ചു കാലത്തെ ഭരണ നേതൃത്വത്തിന്റെ കനത്ത വീഴ്ചയാണെന്ന് ബെനറ്റ് ചൂണ്ടിക്കാട്ടി. ശത്രുശക്തികൾ തങ്ങളുടെ വാതിൽപ്പടിയിൽ ശക്തമായ സൈന്യമായി മാറുമ്പോൾ കേവലം അതിർത്തി പ്രതിരോധ വേലികളിലും റഡാറുകളിലും മാത്രം വിശ്വാസമർപ്പിച്ചത് ഇസ്രയേലി ജനതയുടെ സുരക്ഷയ്ക്ക് തിരിച്ചടിയായി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച മധ്യപൂർവേഷ്യൻ സമാധാന പദ്ധതിയെയും അതിനോടുള്ള നെതന്യാഹു ഗവൺമെന്റിന്റെ നിലപാടിനെയും ബെനറ്റ് കടുത്ത ഭാഷയിലാണ് എതിർത്തത്. ട്രംപിന്റെ പദ്ധതിയിൽ സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്ര രൂപീകരണത്തിലേക്കുള്ള വഴികൾ തുറന്നു വെക്കുന്നുണ്ട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. നെതന്യാഹു ഭരണകൂടം സ്വീകരിച്ച നയതന്ത്രപരമായ അബദ്ധങ്ങൾ കാരണം ഇസ്രയേൽ മറ്റൊരു തന്ത്രപരമായ കുരുക്കിൽ ചെന്നുപെട്ടിരിക്കുകയാണെന്ന് ബെനറ്റ് വിശേഷിപ്പിച്ചു. സുരക്ഷാ കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഒരു കരാറിനും തങ്ങൾ തയ്യാറല്ല. അന്താരാഷ്ട്ര നയതന്ത്ര തലത്തിൽ ഖത്തർ വഹിക്കുന്ന പങ്കിനെ ബെനറ്റ് പൂർണ്ണമായും തള്ളിക്കളയുകയും ഖത്തറിനെ ഇസ്രയേലിന്റെ പ്രധാന ശത്രുരാജ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഹമാസ് ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകൾക്ക് സാമ്പത്തികവും നയതന്ത്രപരവുമായ പിന്തുണ നൽകുന്നത് ദോഹയാണെന്ന് ബെനറ്റ് ആരോപിച്ചു. ഗാസയുടെ യുദ്ധാനന്തര ഭാവിയിലോ അവിടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പുനരധിവാസ പദ്ധതികളിലോ ഖത്തറിനോ തുർക്കിക്കോ യാതൊരുവിധ പങ്കും നൽകരുതെന്ന് ബെനറ്റ് ആവശ്യപ്പെട്ടു. ഹമാസിനെ പരസ്യമായി പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾക്ക് ഗാസയിൽ സ്വാധീനം നൽകുന്നത് ഇസ്രയേലിന്റെ സുരക്ഷയെ കൂടുതൽ അപകടത്തിലാക്കും. പശ്ചിമേഷ്യയിൽ ഇസ്രയേലിന്റെ നിലനിൽപ്പിനും വികസനത്തിനും പ്രാദേശിക സഖ്യങ്ങൾ പുനഃസ്ഥാപിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് മുൻ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. സൗദി അറേബ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ പ്രമുഖ അറബ് മുസ്ലിം രാജ്യങ്ങളുമായി നയതന്ത്ര ബന്ധങ്ങൾ സ്ഥാപിക്കാൻ അടിയന്തര നീക്കങ്ങൾ നടത്തണം. സൗദി അറേബ്യയുമായുള്ള ബന്ധം സാധാരണ നിലയിലാകുന്നത് മധ്യപൂർവേഷ്യൻ ഭൗമരാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് ബെനറ്റ് വിശ്വസിക്കുന്നുണ്ട്. ഇറാനും അതിന്റെ നിഴൽ സേനകൾക്കുമെതിരെ ശക്തമായ ഒരു സുരക്ഷാ ചുതണ്ട് നിർമ്മിക്കാൻ സൗദിയുമായുള്ള സഹകരണം ഇസ്രയേലിനെ സഹായിക്കും. തങ്ങളുടെ സ്വന്തം സുരക്ഷയുടെ പൂർണ്ണ ഉത്തരവാദിത്തം ഇസ്രയേൽ തന്നെ ഏറ്റെടുക്കണമെന്ന കർശന നിലപാടാണ് ബെനറ്റ് മുന്നോട്ട് വെച്ചത്. വിദേശ രാജ്യങ്ങളുടെയോ അന്താരാഷ്ട്ര സഖ്യങ്ങളുടെയോ സുരക്ഷാ ഉറപ്പുകളിൽ മാത്രം ആശ്രയിച്ച് ഇസ്രയേലിന് മുന്നോട്ടു പോകാൻ കഴിയില്ല. ഇറാന്റെ ഭാഗത്തു നിന്നോ അവരെ പിന്തുണയ്ക്കുന്ന ഹിസ്ബുള്ള തുടങ്ങിയ സംഘടനകളിൽ നിന്നോ ഉണ്ടാകുന്ന ഏതൊരു ആക്രമണത്തിനും കൃത്യമായി തിരിച്ചടി നൽകാൻ ഇസ്രയേലിന് കഴിയണം. ഇസ്രയേലിനുള്ളിൽ അനധികൃതമായി പ്രചരിക്കുന്ന ലക്ഷക്കണക്കിന് ആയുധങ്ങളെ കേവലം ഒരു ക്രമസമാധാന പ്രശ്നമായി കാണാതെ വലിയൊരു സുരക്ഷാ ഭീഷണിയായി കണക്കാക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. ഇത്തരം ആയുധങ്ങൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന കേന്ദ്രങ്ങളെ അടച്ച സൈനിക മേഖലകളായി പ്രഖ്യാപിച്ച് സൈന്യത്തെയും രഹസ്യാന്വേഷണ വിഭാഗത്തെയും ഉപയോഗിച്ച് അവ പിടിച്ചെടുക്കണം. രാജ്യത്തിനകത്തു നിന്നുള്ള സുരക്ഷാ ഭീഷണികളും ഇല്ലാതാക്കേണ്ടതുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകളാണ് ഭാവിയുടെ യുദ്ധതന്ത്രങ്ങളെ നിയന്ത്രിക്കാൻ പോകുന്നത്. ആണവായുധങ്ങളെക്കാൾ പ്രാധാന്യം ഭാവിയിൽ ഇത്തരം ആയുധ സാങ്കേതിക വിദ്യകൾക്ക് ലഭിക്കും. എന്നാൽ കഴിഞ്ഞ 4 വർഷമായി ഇസ്രയേൽ ഈ മേഖലയിൽ പിന്നോക്കം പോയെന്നും രാജ്യം അധികാരത്തിൽ തിരിച്ചെത്തിയാൽ സാങ്കേതിക മുന്നേറ്റത്തിൽ ഇസ്രയേലിനെ ആഗോളതലത്തിൽ ഒന്നാമതെത്തിക്കുമെന്നും ബെനറ്റ് വാഗ്ദാനം ചെയ്തു. ഇസ്രയേൽ രാഷ്ട്രീയത്തിൽ വീണ്ടും സജീവമാക്കാനുള്ള ബെനറ്റിന്റെ നീക്കത്തിന്റെ ഭാഗമായി കൂടിയാണ് ഈ രൂക്ഷമായ വിമർശനങ്ങൾ വിലയിരുത്തപ്പെടുന്നത്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ നെതന്യാഹുവിനെതിരെ ശക്തമായ ബദലായി ഉയർന്നു വരാനാണ് ബെനറ്റ് ശ്രമിക്കുന്നത്. ഇസ്രയേൽ ആഗോളതലത്തിൽ നേരിടുന്ന വലിയ നയതന്ത്ര പ്രതിസന്ധിയും സുരക്ഷാ തന്ത്രങ്ങളിലെ പോരായ്മകളും വെളിപ്പെടുത്തുന്നതാണ് നഫ്താലി ബെനറ്റിന്റെ പ്രസ്താവനകൾ.
അമേരിക്കയുമായുള്ള ബന്ധം തകരുകയും ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഒറ്റപ്പെടുകയും ചെയ്ത ഈ ഘട്ടത്തിൽ ശക്തമായ സുരക്ഷാ നയങ്ങളിലൂടെയും പുതിയ പ്രാദേശിക സഖ്യങ്ങളിലൂടെയും മാത്രമേ ഇസ്രയേലിന് തിരിച്ചുവരാൻ സാധിക്കൂ എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നുണ്ട്.